ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഈ ആങ്ങളുടെ വൈഫും ഇത് മൂത്ത ആങ്ങളുടെ വൈഫും ആണ്, ചേച്ചിയുമാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവർക്കൊരു പണി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് അത് പോയി കാണണം കേട്ടോ. നമ്മൾ ഇനി രണ്ടാമത്തെ ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അത് ഇവരെങ്ങനെ ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ശരിക്കും നാത്തുമ്പോരെങ്ങനെ എടുക്കാവുന്ന ഇവര് കിച്ചണിലൊക്കെ കയറണല്ലോ. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. നമ്മള് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയവർ പറയണം കേട്ടോ. ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കണം. വായ തുറക്കണം. കിട്ടിയേക്കണ എന്താന്ന് പറഞ്ഞോ. പറഞ്ഞോ, ഒച്ച പറയണോ കേട്ടോ. സാമ്പാർ പൊടിയാ. സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി. ചേച്ചിയാ? മൂത്ത ചേച്ചി ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല. സാമ്പാർ പൊടിയാണ് ഒരാൾ പറഞ്ഞേക്കണം, ഒരാൾ ചിക്കൻ മസാല പറഞ്ഞേക്കണം. അപ്പൊ റൈറ്റ് ആൻസർ മീറ്റ് മസാല ആയിരുന്നു. അപ്പൊ രണ്ടുപേരും കിച്ചണിൽ കയറാറുണ്ടെന്നുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ചിക്കനിലാണ് ഇടുന്നെങ്കിൽ മീറ്റും ഇടും, മീറ്റിലാണെങ്കിൽ ചിക്കൻ. അപ്പൊ വീട്ടിൽ പിന്നെ കുറച്ച് മൂത്ത ചേച്ചി ആണെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് അപ്പൊ ഉണ്ടാക്കി തരും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അല്ല ഇട്ട് വെച്ചിട്ടുള്ള ആളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളതുണ്ട് അവരുടെ. അത് ആ ഒരു ഓർമ്മയിൽ പറഞ്ഞാണ്. അടുത്ത ഐറ്റം അപ്പൊ റെഡി ആയിക്കോ. നാക്കല്ല വായ കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ വീഴും. വായ തുറന്നോ. കയ്യിൽ തരില്ല. അങ്ങനെ ആയിട്ട് ശരിയല്ല. വായ തുറന്നോ. അത് ശരി, മീറ്റ് മസാലപ്പൊടിയും സാമ്പാർ പൊടിയും ചിക്കൻ മസാലപ്പൊടിയും എല്ലാം ഒരേ ടേസ്റ്റാ. മീറ്റ് മസാല. ചേച്ചി മീറ്റ് മസാല എന്താ പറഞ്ഞിരിക്കുന്നത്? ചേച്ചിയോ? ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കാണാൻ പറ്റിയല്ലോ, ഇവരെ അങ്ങനെ ജയിപ്പിച്ചു വിടാൻ പറ്റിയല്ലോ. അപ്പൊ അതില് നമുക്ക് ഒരു പോയിന്റ് ചേച്ചി എഴുതിയിരിക്കണേ. ലിൻ ചേച്ചി ഇപ്പൊ അടുത്തതിൽ പിടിക്കാന്നുള്ള ഒരു പരിശ്രമത്തിലാണ്. ശ്രമിക്കാം. എരിവ് തന്നിട്ട് പിന്നെ ഉപ്പ് കൊണ്ട് തന്നിട്ട് ശരിയാവത്തില്ല. ഇപ്പൊ ശരിയാക്കി തരാം. വായരിയാണ്. ആണോ? അപ്പൊ അടുത്ത സംഭവം ഉണ്ട്. ചേച്ചി വാ തുറന്നോ. ടേസ്റ്റ് ചെയ്തോ. ടേസ്റ്റ് വേഗം പറഞ്ഞോ. ടേസ്റ്റ് ചെയ്ത് വേഗം പറ. പ്ലീസ്. പാൽപ്പൊടി. അപ്പൊ ഒരു പോയിന്റ് ലിൻ ചേച്ചിക്കും 2 പോയിന്റ് ചേച്ചിക്കും കിട്ടും. അപ്പൊ അടുത്ത ഐറ്റം ഉണ്ട്. കയ്യില് തരൂല, വായ ഓർമ്മ തുറക്കാൻ മതി. നാക്ക് തിട്ടണ്ട, വാ തുറന്നു. അതെങ്ങനെയാ പറ്റുന്ന? ടേസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറയണം. അപ്പൊ ചേച്ചി ഒച്ചേ പറയണം. ആട്ടപ്പൊടി. എന്താണ്? ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കണ എന്തായാലും ഗോതമ്പൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളാന്ന് മനസ്സിലായി. അറിയാം. പോയപ്പോഴേ ഞങ്ങൾ ഇവിടെ ഇച്ചിരി ചർച്ച ചെയ്തിട്ടുണ്ടായി, ഞാനും ചേച്ചി. വീട്ടിലുള്ള പൊടികൾ എന്തൊക്കെയാന്ന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയല്ലോ നിങ്ങളേല്. അതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടി ഇച്ചിരി അങ്ങോട്ട്. നിങ്ങളിത് കാണണം കേട്ടോ. ഇതിന്റെ ഏറ്റവും നല്ല ഭംഗിയെന്ന് പറയണത് ഏറ്റവും ലാസ്റ്റ് വയ്ക്കുന്ന ഐറ്റമാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. നിങ്ങളിത് മുഴുവനും കാണണം കേട്ടോ. മുഴുവനും കാണണം എല്ലാവരും. അടിപൊളി സാധനമാണ് അല്ലേ? അപ്പൊ നോക്കട്ടാ, കണ്ടുപിടിക്കൂല്ലേ. വാ തുറന്നു വെച്ചി. മൈദ. മൈദ പറഞ്ഞു. ഒരാള് മൈദയാണ് പറഞ്ഞേക്കുന്നത്, ചേച്ചി മൈദയാണ് പറഞ്ഞത്. കോൺഫ്ലവർ. ചേച്ചി അതിമനോഹരമായിട്ട് കോൺഫ്ലവറിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ചേച്ചിയാന്ന് മനസ്സിലായി. സ്വന്തം വീട്ടിലെ സ്വന്തം അടുക്കളയിലെ സാധനങ്ങൾ സാറില്ല. നമുക്ക് അടുത്തതിനെ പിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും 2 പേർക്കും ഒരേ പോയിന്റ് ആണ് കേട്ടോ. എന്താ തോന്നണത് നിങ്ങൾക്ക്?
വരാൻ പോകുന്ന അടുത്ത ഐറ്റം നിങ്ങളുടെ അടുക്കള മൊത്തം ഇവിടെ കൊണ്ടുവന്ന് വെച്ചോന്നൊരു സംശയം. ഐറ്റംസ് അതോർന്നോ തുറന്നോളൂ ചേച്ചി. തുപ്പാനായി പറയണോട്ടാ, കാരണം എനിക്ക് നീങ്ങിക്കാനാണ്. മുഖത്ത് തുപ്പിടരുത്. ആഹാ, ഉറപ്പാണാ? ഉറപ്പ്? അടുത്ത ആള് പറഞ്ഞില്ല, ചേച്ചി പറയൂ. ഹലോ, ഉറങ്ങിപ്പോയാ? മൈദപ്പൊടി ഞാനതിന്റെ ടേസ്റ്റ് ഇങ്ങനെ നോക്കുവായിരുന്നു. വായ തുറക്കാൻ. അതൊന്നുമല്ല, ടൈം ഔട്ട് ആയി പോയി. കുറച്ച് അധികം സമയം എടുത്തു. അവര് അത് പെട്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഇനിയുള്ളത് നമ്മൾ തൊട്ട് നോക്കി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് തൊട്ട് നോക്കി രണ്ടുപേർക്കും ഒരു പാത്രത്തിൽ തന്നെ കൊടുക്കും. അത് കണ്ടുപിടിക്കും. ഇവരിത് തൊട്ട് നോക്കിയിട്ട് എന്താണെന്ന് പറയും. പെട്ടെന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് പറയണം കേട്ടോ. വെച്ചോട്ടെ, കൈ താഴെ മാറ്റിക്കോ. ഞങ്ങൾ വെച്ച് കഴിയുമ്പോൾ പറയും. ഓക്കെ, കൈ വെച്ച് പെട്ടെന്ന് പറഞ്ഞോളൂ. ഒച്ചയിൽ പറയണം. ഒരാള് ഉഴുന്നുപരിപ്പും ഒരാള് ചെറുപയറുമാണ് പറഞ്ഞേക്കണത്. എന്തായാലും ഈ ഐറ്റംസ് ചെറുപയറാണ്. അടുത്ത ഐറ്റംസ് ഇതാണ്. ഇനി 2 ഐറ്റംസ് ഉള്ളൂ. ഒരെണ്ണം കൂടി, ഇത് രണ്ടാമത്തെ ഐറ്റം. ഇതിന് കഴിഞ്ഞ ഒരെണ്ണം കൂടി ഉള്ളൂ. വളരെ വേണ്ടപ്പെട്ട ഇതിലാണ് പോയിരിക്കുന്നത്. ഒരു സെക്കൻഡ്, കൈ മാറ്റും. ആരാണ്ട് റെഡി? ഭയങ്കര സ്പീഡാണല്ലോ ചേച്ചി. അറിയണ്ടേ ഞങ്ങള് പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ പറയൂ. കുരുമുളക് പൊട്ടിച്ച് അതിന്റെ പോസ്റ്റ്മോർട്ടം ഒന്ന് മുറിച്ചേണ്ട. മതി. 3, 2, 1, 0. പറഞ്ഞില്ല, അറിയില്ല. അപ്പൊ ഇവിടെ എന്ത് പായസം ഉണ്ടെങ്കിലും പായസത്തിൽ ഇത് ഒരു ലോഡ് എടുത്തിടുന്ന സാധനമാണ്. സ്വന്തം അടുക്കളയിൽ നിന്നും എടുത്ത സാധനം. ചൗരിയുടെ ആളാണ്. ഇവിടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ വെക്കുന്ന ഒരാളാണ്. അതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടാ, ഇനി രണ്ടുപേർക്കും ഒരു ഐറ്റം കാണിക്കുന്നതാണ്. ഇതുവരെ ലാസ്റ്റ് ഐറ്റം ആണ്. ഇത് ലാസ്റ്റ് ഐറ്റം ആണ്. ഇത് കണ്ടുപിടിക്കുന്നവരാണ് ഈ ചലഞ്ചിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. ദൈവമേ, കണ്ടുപിടിക്കൂ. സ്റ്റാർട്ട്. മണ്ണിര ഇവിടുമാരെ വിറ്റ കാശുണ്ട്. കാരണം കാലത്ത് പോയിട്ട് ഞാൻ പോയി മീനെ പിടിക്കുന്നതാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് ഞങ്ങളുടെ ഒരു ഫിഷിംഗ്, ഒരു മീനെ പിടിച്ച ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിട്ടോ. അതിനെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമായിരിക്കും എന്റെ ചേച്ചി. മീനെ അടിപൊളിയായിട്ട് പിടിച്ച ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കാണണോട്ടോ. അത് കണ്ടാൽ അറിയാൻ ഈ ചലഞ്ചിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും മീൻ പിടിക്കുന്ന ഒരാളാന്ന് നമ്മൾ പറയൂല. ഇപ്പൊ മനസ്സിലായില്ല, നല്ലോണം മീൻ പിടിക്കുന്ന ആളാണ്. അപ്പൊ അപ്പൊ നമ്മുടെ ചലഞ്ച്. അപ്പൊ ഇന്നത്തെ സെക്കൻഡ് പാർട്ട് വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ വെട്ടിക്കെട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള എന്താ തോന്നുന്നത്? ഷെയർ ചെയ്യുക. എന്താ പറയാ തോന്നുന്നത് നിങ്ങൾക്ക്? ഞാൻ ഒട്ടും മണ്ണര വരുമെന്ന് ഓർത്തില്ല. ഞാൻ ചാണകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കാനാ ഓർത്തത്. നമ്മള് ചാണകം വെക്കേണ്ടതായിരുന്നു. മണ്ണര അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ മണ്ണിരേനെ സ്വപ്നത്തിൽ പോലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. നാളെ കുഴപ്പമുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നാളെ അറിയാൻ പറ്റും കുഴപ്പമുണ്ടെങ്കിൽ. കുറെ പൊടികളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് 2 വാക്ക് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിലുള്ള പ്രോഗ്രാംസ് വേറെ ഞങ്ങൾ ഇനി ഇവർക്ക് പണിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാം. അപ്പൊ വീണ്ടും നമുക്ക് പുതിയ കിടക്കാച്ചി വീഡിയോസുമായിട്ട് വരുന്നവര് ബൈ.